ഞങ്ങളിപ്പോൾ ഫോട്ടോ വെച്ചിൽ ഇവിടെ വെറൈറ്റി ഓഫ് ഫുഡ് ട്രൈ ചെയ്യാണ്, ഞാൻ റൈഡിൽ കയറാൻ പോവാണ്. അപ്പോൾ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നോക്കി ചിക്കൻ കട്ട്ലേറ്റ് അതിച്ചിരി അതെ അതിച്ചിരി ഉള്ളത് എന്തോ ലിക്വിഡാന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ വന്നിട്ട് ലേസ് വേണം. ഞങ്ങളിവിടെ തിന്നാൻ വന്നു പൈസ നല്ല മസാല എനിക്ക് അച്ഛൻ തയ്ച്ച ഡ്രസ്സാണ്. നല്ല ഡ്രസ്സ് പപ്പാൻ്റെ അടുത്തേക്ക് പോകാം ഗൈസ്. അപ്പോൾ അടുത്ത നമ്മൾ ട്രൈ ചെയ്ത് കോലിൽ ചുറ്റിയ പൊട്ടാറ്റോ ആണ്. മുളക് പൊടി വരാൻ പറയട്ടെ. മുളക് പൊടിയാ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച ടേസ്റ്റ് ഇല്ല. മയോണൈസ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും അപ്പയും കൂടെ അവിടെ ഫുഡ് ഇത് നോക്കാൻ ഇറങ്ങിയേക്കാണ് ഗൈസ്. അപ്പോൾ അമ്മയും ഹേനെ അവിടെ ഇരിക്കുകയാണ്. ഇത് ഞങ്ങൾ കുറേ ഫുഡുകൾ അവിടെ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അപ്പോൾ പത്തിരിയും പിന്നെ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അവിടെ പോയി ഇരുന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ്. പിന്നെ അവിടെ ഒരു ആൻറ്റി കട്ട്ലേറ്റ് ലൈവായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അത് വാങ്ങി. പിന്നെ ഞങ്ങളൊരു ചിക്കൻ പോപ്സ് ഒരു സാധനം വാങ്ങി ഗൈസ്. അത് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞു തരാം എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ചിക്കൻ കട്ട്ലേറ്റ് ആണെന്ന് വെച്ചാൽ ഞാനാന്ന് പറഞ്ഞു. ഞാൻ കരുതി ഇവിടുത്തെ ചിക്കൻ പോപ്സ് ചിക്കൻ. നമ്മളപ്പോൾ ഇവിടെ പിക്നിക്കിന് ഇരിക്കാൻ പോവാണ്. പൊരിച്ച് കോഴിയുടെ മണം. പത്തിരിയും പോട്ടിക്കറിയും തട്ടാൻ പോവാ. അതാ പറഞ്ഞത് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കഴിക്കണം. പിക്നിക്ക് നമുക്ക് ഒരു വർഷം പിക്നിക്ക് ബീച്ചിൽ പോകുമ്പോൾ കൊണ്ടാവാൻ വേണ്ടേ? പത്തിരി വെച്ച് കൊടുത്തിട്ട് പത്തിരി വെറുതെ വെച്ചിട്ടുള്ള പത്തിരി ബെസ്റ്റ് ഒരു കോട്ട. ആ തുണി എടുത്ത് ഇവിടെ വെച്ച് കൊടുക്കാനില്ലേ? എന്നിട്ടാണ് പത്തിരിയും കട്ട്ലേറ്റും കൂടെ കഴിച്ചിട്ട് കൊള്ളാം ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഇതിന് ഫുള്ള് മൈദയാണ്. ചിക്കൻ്റെ ഇത് കണ്ട ചിക്കൻ്റെ കുറച്ച് കഷ്ണവും പിന്നെ കൂടുതലും മൈദ ഇട്ട് പറ്റിച്ചേക്കണം. പിന്നെ നമ്മുടെ ആ പൊട്ടാറ്റോ ഫ്രൈ ചെറിയ 2-3 കുറച്ച് പീസ് 50 രൂപ. എന്താണ് സോസ് വേണോ? മൈദയാണ് ഇത്. ചിക്കൻ മാത്രം കൊണ്ട് തരാം. ഞങ്ങൾ അവിടെ നിന്ന് ഒരു പൊട്ടാറ്റോ ഫ്രൈ വെച്ച്. അതാണെങ്കിൽ ഒരു പകക്ക് കൊള്ളത്തില്ല. വെറുതെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് വെച്ചേക്കണം. ഉപ്പുമില്ല മുളകും ഇല്ല. പിന്നെ വിശപ്പുള്ളതുകൊണ്ട് നമ്മൾ തിന്നു. ഭക്ഷണം കഴിക്കില്ല മക്കളെ. ചീത്താക്കാതെ എങ്ങനെ എടുക്കണെന്ന് പറയണ്ടേ? പത്തിരി ഇതില് മുക്ക്. പത്തിരി വെച്ച് മുക്കുമ്പോ കൈ അങ്ങനെ ചീത്താവും. അങ്ങനെ പൊട്ടിക്കറി അല്ല ചൂട് പൊട്ടിക്കറി അങ്ങനെയുണ്ട്. ഉപ്പൊന്നുമില്ല. അയ്യോ ആദ്യം കഴിച്ച കട്ട്ലേറ്റ് മാത്രം കൊള്ളാം. പത്തിരി ആണോ ഇനിയാണോ കഴിക്കണ്ട?
രണ്ടുപേര് തലകുത്തി നിൽക്കുവാണ് ഗൈസ്. അപ്പോൾ കഴിച്ച് ഇതിൻ്റെയൊക്കെ മട്ടിപ്പ് പറയുമ്പോഴേ നമ്മൾ അടുത്തത് കഴിച്ചത് കരിക്ക് ഷേക്കായിരുന്നു. സാധാരണ എന്തെങ്കിലും ഇതുപോലെ സ്പൈസി ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഐസ്ക്രീമാണ് കഴിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഞങ്ങളൊന്ന് മാറ്റിപ്പിടിച്ച് കരിക്ക് ഷേക്കാക്കി. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റഡായി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ അങ്ങോട്ട് വാങ്ങിച്ചു. ഇതിന്റെ ഐസ്ക്രീം കഴിച്ച് ഞാൻ ഇന്നലെ മറ്റേ പള്ളിയെ പെരുന്നാള് കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ കോട്ടൻ കേണ്ടി തിന്നുന്നു. കൂടുതലുള്ള നോക്കി എടുക്കണം നമ്മൾ. ലല്ലോലിക്ക അയ്യോ നാക്ക് എന്തോ പോലെ പൊള്ളി പിടിക്കാം. ചായ കുടിക്കുമ്പോ നാക്ക് പൊള്ളൂലേ, അപ്പൊ ഒരു എഫക്ട് ഉണ്ടാവൂലേ നാക്കില്. കറക്റ്റ് ആ സാധനം എന്താ മറ്റേ സ്മോക്ക് കഴിച്ചപ്പോഴല്ലേ. ലല്ലോലിക്ക ഓടിക്കളിക്കാൻ സ്പേസ് ആയി. നമ്മുടെ സമ്പ്രാട്ടിനെ ഇറക്കാൻ പോവാ. ഇഷ്ടമാണോ? ഇവിടുത്തെ വഞ്ചി കാണുമ്പോ എനിക്ക് അമ്മേനെ ഓർമ്മ. അമ്മേ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ തവണ ഈ വഞ്ചി കയറിയിട്ടില്ലേ? അതിന്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം, അത് കണ്ടോ, അടിപൊളിയാണ്. അപ്പൊ ഞങ്ങള് റൈഡിൽ കയറാൻ പോണ കഥ നിങ്ങൾ കേക്കണം. എന്റെ ദൈവമേ, ആകെ സാഡായി. ഞങ്ങള് ഏറ്റവും അവസാനം ഈ റൈഡിൽ കയറാനൊക്കെ പോയത്. അപ്പോഴേക്കും 10:30 കഴിഞ്ഞിട്ടുണ്ടായി. ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ വന്നത് റൈഡിൽ കയറാനായിരുന്നു. അമ്മയെ വിശപ്പ് ഇവിടെ ഇരിക്കാൻ പോണേ. ഞങ്ങള് ഈ റൈഡിൽ കയറാൻ പോവുകയാണ്. ഇതിലല്ലേ, ജൈൻവില്ലല്ലേ? വേറെ വിറ്റെന്താന്നറിയോ, മറ്റേ ജൈന്റ് വീലിന്റെ അടച്ച്. അപ്പൊ ഞങ്ങള് കരുതി മറ്റേല് കയറാന്ന്. മറ്റേല് കയറാൻ പോയപ്പം പൈസ ഉണ്ടായില്ല, കയ്യിൽ കാശ് ഉണ്ടായില്ല. എന്നിട്ട് ഞങ്ങൾ വേറെ കടയിൽ പോയി പൈസ ആക്കി തിരിച്ചു വന്നപ്പോ അതും അടച്ചു, അതും ക്ലോസ് ചെയ്ത്. ഫ്ലാഷ് ബാക്ക്. ഞാൻ റൈഡിൽ കയറാൻ പോവാണ്. കമ്പി തൂങ്ങിയിരിക്കണം. കൊറേ ആഗ്രഹിച്ചോള്. ഞാൻ റൈഡിൽ കയറാൻ പോവാണ്. റൈഡിൽ കയറാൻ പോവാണ്. പക്ഷെ സമയം ഇപ്പൊ കൊറേ എത്ര ഇപ്പൊ 10:30. അതുകൊണ്ടാ വേഗം അടച്ചു. എനിക്ക് പിന്നെ ഭയങ്കര ഭാഗ്യമാണല്ലോ. അതെ അതെ, അതുതന്നെ കിട്ടും. ഇത് 2021 ഞങ്ങളുടെ ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു. അത് ഇത്തവണയും നമ്മൾ ഇറക്കുന്നുണ്ട്. അതിനായി എല്ലാവരും കാത്തിരിക്കൂ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്ത വർഷം കാണാം. എന്റെ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ?